അണ്ണനോ? ആരാ, എവിടെന്നാ, എന്ത് വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് ഓടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണണം. അണ്ണ അവളൊന്ന് വിളിക്കാമോ? ഒന്ന് വിളിയെന്നാ. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യണ്? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നത്. പോക്കിരിത്തരം പറയുന്നോടാ. കാണിക്കല്ലേ, വല്ലവന്റെ ഭാര്യ ഒളിച്ചു താമസിക്കുന്നതാണോ പോക്കിത്തരം? ഇവിടത്തെ കൊച്ചുമായയുടെ ഭാര്യയും കൊച്ചുമായിട്ട് താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. കുഞ്ഞേ, നാത്തു സാറേ, ജയമോളെ ഓടി വരണേ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനെ വിളി. താൻ ആരോടാണോ? ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞ ശരിയാ. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. ജയ, അവളെ വിളിച്ചേ. അവള് വരട്ടെ. ഇറങ്ങി വാടി, ഇറങ്ങി വരാൻ. എടി ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാണ് എന്റെ കൊച്ച്? എവിടെയാണ്? നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് അറിയില്ലല്ലേടി? സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിനെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻകാർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്ന് പറഞ്ഞ് നീ വിട്ടുവിട്ടിറങ്ങിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെ തേടി, സോറി, നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും ചെവുക്കുറ്റി നോക്കി ഒരു ഒറ്റ എന്റെ നീനെ ശിക്ഷിക്കാൻ രക്ഷിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. എവിടെ നമ്മുടെ കുഞ്ഞ്? ഒന്ന് കാണാനാണ് ഞാൻ ഓടി വന്നത്. പ്ലീസ് പ്ലീസ്. എനിക്ക് ഇയാളെ അറിയാം. കോളേജിൽ വെച്ച് അന്ന് ഇയാളുടെ പേര് മണികണ്ഠൻ എന്നായിരുന്നു അല്ലേ? അതെ, അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ജാതി മറി ലാസറായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? അയ്യോ, എല്ലാം കള്ളമാ. എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവേ ഇല്ല. ഇത്ര നീതി ആവരുത് നീ. നിങ്ങൾ കല്യാണം കഴിച്ചതിന് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. മതി, മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണ്ടല്ലോ. ഇതങ്ങനെ ഒരാളെ മനസമാധാനത്തോടെ കൊല്ലാനും സമ്മതിക്കില്ല. ഇതെന്തോടോ ഇത്? ഞാൻ അടുക്കളയിലെ ഷെൽഫിലാ വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയതാവും. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. സീൽ കത്തിയിട്ടില്ല, നോക്കിയാൽ മതി. നോക്കിയാൽ മനസ്സിലാവും. അയ്യപ്പസ്വാമിയാണ് സത്യം. അയ്യപ്പസ്വാമി ജാതി മാറി വെച്ച് നമുക്ക് പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ? ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ വിട്ടിറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ചോര എ പോസിറ്റീവ് ആണോ? ഇമോഷണലായി സംസാരിക്കുന്നതിനിടെ തമാശ വളരരുത്. അടുക്കളക്കാരൻ നോക്കിയാൽ മതി. കുടുംബാര്യത്തിന് നടവണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരിലെന്തിരിക്കുന്നു? ബന്ധത്തിലാണല്ലോ കാര്യം. സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയായിരിക്കുമോ? അതല്ല, പക്ഷെ സാറൊന്ന് ആലോചിക്കണം. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന ഒരു തന്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛന് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തരുത് ഗുരുവായൂർ. കർത്താവേ, അതേത് കർത്താവാണ്? അണ്ണാന്ന് വിളിച്ചോ, ആണ്ട് വേറൊന്നും വിളിപ്പിക്കരുത്. അപ്പൊ പേര് പറഞ്ഞ കുഞ്ഞിന് തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാംബരൻ എന്നായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാ അല്ലേ? മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. എന്താ പിള്ളേർ ആവശ്യമില്ലാത്ത സാധനം ഓരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും.
ജയ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് എസ് ഓടിക്ക് വരാൻ പറ. ഇവനെ ഞാനിന്ന് ശരിയാക്കും. വേണ്ട ഡാഡി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. സത്യം പറയണം, കുഞ്ഞിന്റെ പേര് നിനക്കറിയാം? കുഞ്ഞിന്റെ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തള്ളാൻ നിനക്ക് വിട്ടുതരാം. പറയടാ, കുഞ്ഞിന്റെ പേര് മല മല മല, കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്. കഴുത, മല കഴുത. അത്ര വലിയ വായൊന്നും അടിക്കണ്ട. പറഞ്ഞപ്പോ മുഴുവൻ പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തയായിട്ട് അഭിനയിക്ക് നീയല്ലേ പറഞ്ഞത്. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കള്ളാടി, ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല. ഓ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ 50,000 തരാം. നീ ടെലഗ്രാം ചെയ്തിട്ട് ഞാൻ വന്നു. ഡാഡി 5 വർഷം ഞാൻ ടെലിഗ്രാം അടിച്ചിട്ട്. 5 വർഷം മുമ്പ് നീ ആർക്കടിച്ച്? നിന്റെ അച്ഛൻ ചെത്തപ്പോ കൺഗ്രാജുലേഷൻ ടെലിഗ്രാം അടിച്ചടാ. ഇറങ്ങടാ വെളിയിൽ, ബ്ലഡി ഫ്രോഡ്. സാർ, എവനാണ് ഫ്രോഡ്? സത്യം ഞാൻ പറയാം. വേണ്ട. എവനും ഞാനും നീനെ ഒരു കാലം ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. എവര് തമ്മിൽ പ്രേമമായിരുന്നു. എവൾ ഗർഭിണിയായപ്പോൾ അത് കലക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് എന്നെയാണ് അവൻ അയച്ചത്. പോടാ, പുല്ല്. സാർ, നീ അനുസരിച്ചില്ല. തട്ടിക്കളയുന്നവരെ അവൻ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഏറ്റില്ല. അവൾ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുമെന്ന് പറഞ്ഞു. ഇവൻ അന്ന് മുങ്ങി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഇന്നാണ്. സാറേ, ഈ കുഞ്ഞ് അവന്റെ തന്നെയാണ്. ജയിലിൽ വിളിച്ച് എന്നെ തൂക്കിക്കൊല്ലും. അവര് കയറെടുത്ത് വെക്കാൻ പറ ഡാഡി. ഞാൻ ഇന്നിവരെ കൊല്ലും. ഇനിയൊരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. ചാക്കോച്ച തന്റെ മോളെ രക്ഷിച്ചു. മിസ്റ്റർ മാത്യു വർഗീസ്, ഈ പെണ്ണിനറിയോ? തന്റെ മരുമോളാകാൻ വേണ്ടി മന്ത്രകൂടി വാങ്ങി കച്ച കെട്ടിയിരിക്കുന്ന എന്റെ മോളാണ്. ഒരു കാര്യം അറിയാനാണ് വന്നത്. തന്റെ അനന്തരവന് എത്ര അച്ഛന്മാരുണ്ട്? ചാക്കോച്ചൻ വരൂ, നമുക്ക് സംസാരിക്കാം. വേണ്ട, 10 പേര് കേൾക്കെ തന്നെ പറയാനാ ഞാൻ ഇവിടെ വന്നത്. എല്ലാവരും അറിയട്ടെ, പുതുച്ചേരിക്കാരുടെ അന്തസ്സും ആഭിജാത്യവും. വലിയ മറ്റെടുത്ത IG ആണെന്നും പറഞ്ഞ് ഡിസിപ്ലിൻ പ്രസംഗിച്ച് നടന്നിട്ട് കാര്യമില്ല. മനുഷ്യനായ നാണവും മാനവും വേണം. എന്റെ കാശും കടം വാങ്ങി നക്കിയിട്ട് എന്റെ മോളെ ഭാര്യയും കൊച്ചുമുള്ള ഒരുത്തന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയവനാണ് ഈ റാസ്ക്. കല്യാണപ്രായ ഇതുപോലൊന്ന് തന്റെ വീട്ടിലും ഇല്ലേ? എങ്ങനെ തോന്നിയടാ നിനക്കിതൊക്കെ? എന്റെ മോളെ ജീവിതം എടുത്താൻ നീ കളിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതേണ്ട. നിന്നെയും നിന്റെ കുടുംബത്തെയും കുത്തുവാള എടുപ്പിച്ച് ഞാൻ അടങ്ങും. വാ മോളെ. പറയാനുള്ളത് വീട്ടിൽ വന്ന് പറയണം, അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യലായിരുന്നു വേണ്ടത്. അയാളുടെ കർണക്കുറ്റി നോക്കി ഒന്ന് വെച്ചു കൊടുക്കാൻ പാടില്ല ഡാഡിക്ക്. വൈകി പറഞ്ഞ ഞാൻ ചെയ്യാം. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ പ്രതികരിച്ചേനെ. അന്തസ്സും അഭിമാനമൊക്കെ നമുക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. അതിന് മുറിവ് വെക്കുമ്പോൾ ഞാനും നീയൊക്കെ ചെയ്യുന്നതേ ചാക്കോച്ചനും ചെയ്തുള്ളൂ. നന്നായി എന്നാ ഞാൻ പറയുന്നത്. കഴിഞ്ഞല്ലോ എല്ലാം. ഇപ്പോഴാ എൻ്റെ മനസ്സൊന്ന് തണുത്തത്. അറിയേണ്ടതെല്ലാം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കേൾക്കേണ്ടതെല്ലാം കേട്ടും കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് നീനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വേണ്ടെന്ന് വെക്കാം. നിനക്ക് സത്യാഗ്രഹമോ ആത്മഹത്യയോ എന്ത് വേണം ചെയ്യാം. പക്ഷെ എനിക്കറിയണം എന്താ തീരുമാനമെന്ന്. ഞാനിവളെ സ്വീകരിക്കാം. പക്ഷേ സത്യം ഇവള് പറയണം. ഈ കുഞ്ഞ് ആരുടേതാണെന്ന് ഇവള് പറഞ്ഞേ തീരൂ. എത്ര പ്രാവശ്യം പറഞ്ഞു ബോബിയുടെ ആണെന്ന്? ഇതാണ് എനിക്ക് ചൊറിഞ്ഞു വരുന്നത്. കഴുത്തി തിരിച്ച് കൊല്ലും ഞാൻ രണ്ടിനെ. അതായിരിക്കും എന്റെ അവസാനം. ഇനി നിന്റെ വല്ല വിദ്യയും ബാക്കിയുണ്ടോ ഈ കൊച്ചു നിന്റെ അല്ലം തെളിയിക്കാൻ? ഞാൻ എന്റെ ചങ്ക് പൊളിച്ച് കാണിച്ചാൽ നിങ്ങളൊക്കെ ചെമ്പരത്തി പോകുന്നേ പറയൂ. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഡാഡി പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് അതുപോലെ ചെയ്യാം. തീർച്ചയാണോ? അതെ. ഇറക്കി വിടണോ, കൊല്ലണോ, കുഴിച്ചു കൊള്ളണോ? പറ, ഇപ്പൊ ചെയ്യാം. വരുന്നിടത്ത് വെച്ച് കാണാം. നീ ഇവിടെ വിവാഹം കഴിക്കണം. അതാണ് എനിക്കിഷ്ടം. ഉറങ്ങിയല്ലേ? അപ്പൊ സൗകര്യമല്ല. ഇന്നെന്റെ വിവാഹം നടക്കേണ്ട ദിവസമാണ്. നാട്ടുകാരും വീട്ടുകാരുമായിട്ട് ഒരുപാട് പേര് പള്ളിയിൽ വന്നു. അവരോടൊക്കെ എന്റെ ഡാഡി ബോബി മോന് വേറൊരു ഭാര്യയും കുഞ്ഞും ഉള്ള കഥ പറഞ്ഞ് നാണം കെട്ടു. പക്ഷെ എനിക്കൊരു സങ്കടമില്ല. ഞാൻ കിട്ടാൻ ഉദ്ദേശിച്ചതിലും നല്ല സുന്ദരിയും മിടുക്കിയായിട്ടുള്ള പെണ്ണാ നീ. സോ ഐ എം നോട്ട് എ ലൂസർ ഇൻ ദ ബാർഗെയിൻ. ഈ കച്ചവടം എനിക്ക് നഷ്ടമല്ലാതെ. നന്നായി കുടിച്ചിട്ടുണ്ടല്ലേ? Yes, quite natural. Happy days are here again. Thumbs up.
ഈ മുറിയിൽ നിന്ന് എന്റെ ആദ്യ രാത്രി നടക്കേണ്ട ദിവസം അത് മാത്രമായിട്ട് നടക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഇനി പച്ചയ്ക്ക് പറയണോ? രണ്ടെണ്ണം അകത്ത് പോയാൽ പിന്നെ പുറത്തിറക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബോബി റൂമിൽ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കണം. എല്ലാരും വരും എന്ത് ചെയ്യുന്ന പറയും, ഇത് എന്നെ കയറി പിടിച്ചെന്നാ. ഇതാണ് ഈ വെള്ളമടിച്ച് ഞാൻ നിന്നെ കയറി പിടിച്ചെന്നാ. ഭർത്താവ് ഭാര്യ കയറി പിടിക്കുന്ന കുറ്റാണോ? വിളി, എല്ലാരും വിളി, ഞാൻ വിളിക്കാം. ഡാഡി ബലാത്സംഗം ചെയ്യാൻ കാണണമെങ്കിൽ വാ. ബോബി പ്ലീസ് പ്ലീസ്. ഞാൻ നിന്റെ മുമ്പിലെ ഇതാണ് വെള്ളമടിച്ചു കഴിഞ്ഞാ പണ്ട് കുറെ പരിശുദ്ധ പ്രയോഗം കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലേ ആ കിടക്കുന്ന പോലെ കുറെ എണ്ണം നിന്റെ ഇലയിൽ ഇരുന്നേനെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് മോളിക്കാം. ചേട്ടൻ മോളുടെ ഭർത്താവല്ലേ, നമുക്ക് പാലും പൂമത്തെ ഒന്നും ഇല്ലാതെ രാത്രി അവിടെ നടത്താം. വാ പാടി പാടി ഇവിടെ. എവിടെയെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ? എന്നെ ദ്രോഹിക്കരുത്. ഞാൻ എല്ലാം സത്യം പറയാം. എന്നാ പറ, നിന്റെ ഉദ്ദേശം എന്താ? പറയടി. ഞാൻ പറയാം. ബേബിച്ചായ, എന്താ നീ? ഒരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം. എന്താ കാര്യം? ബേബിച്ചായം വരാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഞാനിവിടെ കാത്തിരുന്നത്. ഇനി അധികം നാൾ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ ശിക്ഷിക്കാൻ എനിക്ക് വയ്യ. നീന പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ചുനാൾ ബേബിച്ചായം ഭാര്യയുമായി പിണങ്ങി ബോംബെയിൽ താമസിച്ചിരുന്ന ഓർമ്മയുണ്ടോ? അതുകൊണ്ട് അപ്പോ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. മീന. പരിചയപ്പെട്ടു, സ്നേഹിച്ചു. അവസാനം വിവാഹം ചെയ്യാമെന്ന് വാക്കു കൊടുത്തു. വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അവൾ മരിച്ചു. ഓർമ്മയില്ലേ മീന? ഒരു പാവം മീന. നിനക്കിങ്ങനെ അറിയാതില്ല. അതെന്റെ സഹോദരിയാണ്. അവളുടെ കുഞ്ഞാണ് എന്റെ കൂടെ ഉള്ളത്. അമ്മയില്ലാത്ത കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാനിത് വിശ്വസിക്കില്ല. മനസ്സ് വിശ്വസിക്കാത്തതോ അതോ വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ? ഞാൻ നീന പറഞ്ഞ മുഴുവൻ സത്യമായിരിക്കും. ആണ്. സമ്മതിച്ചു. പക്ഷെ ഒരിക്കൽ വാടാൻ തുടങ്ങിയ എന്റെ കുടുംബജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയെടുത്തത്. എത്ര ക്രൂരത ചെയ്യേണ്ടി വന്നാലും ഇനി നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കാരെ അറിയില്ല, ആരെയും. നിങ്ങൾ ചെയ്ത പാവത്തിന് ബലിയാടാകേണ്ടി വന്നത് ബോബിയാണ്. ഒരുപാട് ദ്രോഹിച്ചു ഞാൻ ആ പാവത്തിനെ. ഇനിയും വയ്യ. സത്യം ഞാൻ എല്ലാവരോടും പറയും. നീ എന്നെ വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കരുത്. നിനക്കെന്താ വേണ്ട? ഈ കുഞ്ഞിന് ഉണ്ണാനും ഉടുക്കാനും പഠിക്കാനും വളരാനും വേണ്ട എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എത്ര പണം വേണമെങ്കിലും പറയൂ. എന്താ വേണ്ടത്? ആ കുഞ്ഞിനൊരച്ഛൻ വേണം. സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അനാഥയായിട്ട് അവൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് എന്റെ ആവശ്യം. നിന്റെ ആ മോഹം നടക്കില്ല. നിന്റെ ഒരു കഥ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഈ പുതിയ കഥ എത്ര സത്യമാണെങ്കിലും അതൊക്കെ നുണക്കഥയാക്കി കാണിക്കാൻ എനിക്ക് കഴിയും. ഒരാളും നിന്നെ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കും. ഇത്രയും വലിയൊരു ദ്രോഹം എന്റെ മോൻ എങ്ങനെ ചെയ്യാൻ സാധിച്ചു? ഡാഡി, ഞാൻ വേണ്ട. ഒരുപാട് വാക്കുകൾ ശ്രദ്ധിച്ച് പെറുക്കിയെടുക്കേണ്ടി വരും. വൃത്തികേടില്ലാത്ത രീതിയിൽ നീ ചെയ്ത വൃത്തികേട് എന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ. നിനക്കതിനുള്ള മാനസികാവസ്ഥ ഇപ്പോഴില്ലെന്ന് എനിക്കറിയാം. നിനക്ക് പക്ഷത്തുപിക്കാം, മാപ്പ് ചോദിക്കാം, നിഷേധിക്കാം. പക്ഷെ ഈ സന്ദർഭത്തിൽ ഇവിടെ ഇതൊന്നും പരിഹാരമല്ല. ഞാൻ എന്ത് വേണമെന്നായി പറയുന്നത്? ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ ഈ ഒരു ചോദ്യം മാത്രമേ നിനക്ക് ചോദിക്കാനാവൂ. ആഘാതങ്ങൾ അടുത്തടുത്ത് വന്നതുകൊണ്ടാവാം സ്വല്പം വിവേചനാബുദ്ധിയോടെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നത്.
പക്ഷെ ഒരു തീരുമാനമെടുക്കാനാവുന്നില്ല. നിനക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ലേ? Now the ball is in our court. You may go. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി. തിരുത്താൻ മനസ്സിലാഞ്ഞിട്ടല്ല. ഒരിക്കൽ തകർന്നത് ഒട്ടിച്ചേർത്ത് നിങ്ങളെല്ലാം കൂടാണ്. റീനെ അറിഞ്ഞാൽ ഒരു കുഞ്ഞിന് അച്ഛനുണ്ടാവുമ്പോൾ മറ്റഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാവും. ഏത് തുലാസിലാണ് ഭാരം കൂടുതലിടേണ്ടതെന്ന് പറയൂ. ഞാനത് ചെയ്യാം. എന്താ ആലോചിക്കുന്നത്? വെറുതെ. കഴിഞ്ഞൊന്നും ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. നീന നല്ല പെണ്ണ്. അവൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നതോ ഇല്ലയോ എന്നത് പോട്ടെ, ഒരിക്കൽ നീ മനസ്സോർന്ന് സ്നേഹിച്ച പെൺകുട്ടിയല്ലേ. ഇപ്പോഴും നിന്റെ മനസ്സിലെവിടെയോ അവക്കൊരു സ്ഥാനമില്ലേ? പറഞ്ഞു വരുന്ന മനസ്സിലായി. ഞാൻ അവളെ വിവാഹം ചെയ്യണം അല്ലേ? ഈ സോപ്പ് വാങ്ങിക്കുമ്പോൾ ചീപ്പ് ഫ്രീ എന്ന് പറയുമ്പോഴത്തെ ഒരു അട്രാക്ഷൻ ഇതിലുണ്ട്. അവളെ കെട്ടിയാൽ ഒരു കൊച്ചു ഫ്രീ അല്ലേ? ബേബി ചായനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനാണെങ്കിൽ സ്വീകരിക്കും. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. എങ്കിൽ സ്വീകരിക്കേ. നട്ടല് നിവൃത്തി എന്ന് പറ. നിങ്ങളാണ് ആ കൊച്ചിന്റെ അച്ഛനെന്ന്. ബോബി, എല്ലാം എനിക്കറിയാം. തകർന്നു പോയി ഞാൻ കേട്ടപ്പോ. എന്റെ മനസ്സിൽ ആകാശത്തോളം ഒരു കോട്ട കെട്ടി ഉയർത്തി അതിനുള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനം മണിച്ചാ ഞാൻ നിങ്ങളെ ഇരുത്തിയിരുന്നത്. എന്നിട്ട് കാലണ വിലയില്ലാത്ത തെരുവ് തണ്ടികൾ പോലും കാണിക്കാത്ത ചെറ്റത്തരം നിങ്ങൾ കാണിച്ചു എന്ന് അറിഞ്ഞപ്പോ നിങ്ങളോടല്ല, നിങ്ങളെ ഇത്ര അധികം ആരാധിച്ച എന്നോടാണ് എനിക്ക് പുച്ഛം തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ? വേണ്ട, പറഞ്ഞിടത്തോളം മതി. ഇവിടെ ഒന്നോ വലിഞ്ഞു കയറി ഒരു തെറിച്ചപ്പെട്ടിന്റെ കള്ളക്കത്തോളം കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ അവൾ വളരെ നല്ല പെണ്ണാണെന്ന്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയും സൗകര്യപൂർവ്വം മാറ്റിമറിക്കാൻ കഴിവുള്ള ആളാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ പഴിപ്പിച്ചിട്ട് പുല്ലുപോലെ ഒരു ഉളുപ്പില്ല ജെന്റിൽമെൻ ചവഞ്ഞ് നടക്കുന്നത്. ബഹുമാനമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഈ കൈ കൊണ്ടൊരു അടി കൊള്ളുന്നത് അന്തസ്സായിട്ട് കരുതിയനെ. ഇപ്പോഴതില്ല. ഞാൻ എങ്ങനാവും പ്രതികരിക്കുക എന്ന് എനിക്ക് അറിയില്ല. ബോബി, ഇനി ഇതും കൂടെ കാണാൻ ബാക്കിയുള്ളൂ. കുഞ്ഞിലെ പോലെ നിങ്ങൾ കെട്ടിപ്പിടിച്ചും പൊട്ടിച്ചിരിച്ച് നടക്കുന്ന കണ്ട് സന്തോഷം കൊണ്ട് എന്നെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. പലതും സഹിച്ചു. ഇനി നിങ്ങൾ തമ്മിൽ തല്ലിച്ചാവുന്ന കാണാൻ എനിക്ക് വയ്യ. ഇത്രയൊക്കെ അനുഭവിക്കാൻ ഞാൻ എന്ത് പാവമാടാ ചെയ്തേ? ബോബി, എനിക്ക് നിന്നോട് ഒന്ന് പറയാനുണ്ട്. മാനവും മര്യാദയും പോകാവുന്നിടത്തോളം പോയി. ഇനി കുടുംബത്തിന് തകർച്ച ബാക്കിയുള്ളൂ. എന്റെ അധികാരമായിട്ടോ നിന്നെ വളർത്തിയതിന്റെ കൂലിയായിട്ടോ കരുതാം. നീ വേണ്ട ഡാഡി. ഡാഡി അത് പറയണ്ട. മനസ്സിലായി. എന്തൊക്കെയായാലും ഞാൻ വളർത്തു മകനല്ലേ. രണ്ടാം സ്ഥാനമല്ലേ എനിക്കുള്ളൂ. ആ കുഞ്ഞിന്റെ പിതൃത്വം ഞാൻ ഏറ്റെടുക്കാം. ഇത്രയും നാൾ എനിക്ക് ഈ വീട്ടിൽ വിളമ്പിയ ചോറിന് നന്ദി കാണിക്കാനുള്ള ഒരു അവസരമായിട്ടേ ഞാനത് കാണുന്നുള്ളൂ. ഡാഡിയുടെ മകൻ എന്നും മാന്യനായി തന്നെ കഴിയട്ടെ. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഈ വിവാഹം നടക്കില്ല. എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ നീ ഇവിടെ വന്ന ഉദ്ദേശം നടക്കാത്തതുകൊണ്ടോ? ബോബി എനിക്കിഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഒരുപക്ഷെ പണ്ടത്തേക്കാൾ കൂടുതൽ. അന്ന് എന്റെ കുടുംബത്തിൽ നടന്ന ദുരന്തം ബോബിയെ അറിയിക്കാനാണ് ഞാൻ റൂമിൽ വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് അതിന് കാരണക്കാരനായ മനുഷ്യൻ ബോബി ആരാധിക്കുന്ന ബോബിയുടെ സഹോദരനാണ് എന്ന്. തളർന്നു പോയി ഞാൻ. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. പിന്നീട് എന്റെ സഹോദരി മരിച്ചപ്പോ ഈ കുഞ്ഞൊരിക്കലും ബേബിച്ചായനൊരു ഉപദ്രവമാവരുതെന്ന് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അത് ഞാൻ പാലിക്കുമായിരുന്നു. പക്ഷേ ഇനി എന്നെ കൊണ്ട് അതിന് കഴിയില്ല. കാരണം? ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. എന്തുകൊണ്ട്? ഞാൻ കാരണം ഇനി ആരും കൂടുതൽ വിഷമിക്കരുത്.
ബേബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഒരു തെളിവ് എനിക്കുണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പഴയൊരു ബന്ധത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട് ബോബിയെ ഞാൻ ഇത്രയും വേദനിപ്പിച്ചത്. പക്ഷെ മറ്റൊരാളുടെ കുഞ്ഞിന്റെ അച്ഛനായി സ്വന്തം ജീവിതം നശിപ്പിക്കാൻ ബോബിയെ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ പൊയ്ക്കോളാം, ആരെയും നോവിക്കാതെ. ഒരിക്കൽ നീ എന്നെ വല്ലാതെ വേദനിപ്പിച്ചാ പോയത്. സമയമെടുത്തൊരുപാട് അത് മറക്കാൻ. എല്ലാം മറന്നു കഴിഞ്ഞപ്പോ ഓർമ്മിപ്പിക്കാൻ വീണ്ടും വന്നു. മനസ്സ് വീണ്ടും ആഗ്രഹിച്ചതുകൊണ്ടാ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പൊ വീണ്ടും പോകുന്നു എന്ന് പറയുന്നു. ബോബി, എനിക്ക് പറയാനാവാത്ത കാര്യങ്ങൾ. നീ എന്നെ കൊരങ്ങ് കളിപ്പിക്കാനോടി? നിനക്കെന്താ എത്ര പറയാൻ വയ്യാത്ത രഹസ്യങ്ങൾ? നീ വല്ലവന്റെ ഭാര്യയാണെന്നോ? അതോ നീ ആരെങ്കിലും കൊന്നിട്ട് വരികയാണെന്നോ? അതോ അമേരിക്ക ആറ്റം നിന്റെ തലയെ കെട്ടി വെച്ചിരിക്കുകയാണെന്നോ? അതോ നീ നിന്റെ അമ്മയെ കെട്ടിക്കാൻ നടക്കാണെന്നോ? എന്താ വെച്ചാ പറ. തുടങ്ങടി. അതോടെ ലോകം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ. പറയടി, പറയേ. പ്രശ്നമൊന്നുമില്ല. പൾസും പ്രഷറും ഒക്കെ നോർമലാണ്. സാധാരണ ഒരു ബോധക്ഷയമായിട്ട് പ്രൈമറി അനാലിസിസ് കാണുന്നുണ്ട്. അല്പം അനീമിക്കാണ്. ക്ലൈമറ്റ് ചേഞ്ചോ മെന്റൽ ടെൻഷനോ മറ്റോ ആകാം. ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് റിസൾട്ട് വരും. അതിന് ശേഷം മറ്റു വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോക്കാം. ഷീ വിൽ ബി ഓൾ റൈറ്റ്. നത്തിങ് ടു വറി. താങ്ക് യു. ബോബി, എക്സ്ക്യൂസ് മീ. ഐ ആം റോമി, നീനയുടെ ജ്യേഷ്ഠനാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. രക്തത്തിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അളവ് വിട്ട് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതുതന്നെയായിരുന്നു അവളുടെ സഹോദരിയുടെയും അസുഖം. മരുന്നിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ പിടിച്ചിരുന്നത്. കൈവിട്ടു പോയാൽ പിന്നെ ഒരു വിധത്തിൽ രക്ഷിക്കാനാവില്ല. ഇത്ര നാൾ നിങ്ങൾ എവിടെ ആയിരുന്നു? ഈ അവസാന നിമിഷത്തിലാണ് ഇതൊക്കെ വന്ന് പറയുന്നത്. പറയാൻ എനിക്ക് അനുവാദമില്ല. ഇപ്പോഴും. ആരുടെ? നീനയുടെ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. ബോബി, എനിക്ക് പറയാനുള്ള ആദ്യം കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാലമോൾ അനാഥയായി വളരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മകളെ പോലെ, നിങ്ങളെയൊക്കെ വളർത്തിയ പോലെ ഞാൻ അവളെ വളർത്തിക്കോളാം. അറിയാം, പക്ഷേ ഞാനും കൂടെ മരിച്ചാല് ഏട്ടന് പിന്നെ ആരാ ഉള്ളത്? പിന്നെയും ജീവിക്കണ്ടേ? ഒരു ഭാര്യ, കുഞ്ഞ്, കുടുംബം ഒക്കെ വേണ്ടേ? അവിടെ ഈ കുഞ്ഞൊരു തടസ്സമാവേ ഉള്ളൂ. കഥ പലരും മാറ്റി പറഞ്ഞു വരും. മാലമോളെ അവളുടെ അച്ഛനെ ഏൽപ്പിച്ചെന്ന ശേഷം ഏട്ടന്റെ കല്യാണം നടത്തിയിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് മരിക്കാൻ. ശരി, എന്നാ നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. വേണ്ട, വെറുതെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ചെന്നാലേ അവര് സ്വീകരിക്കൊന്നുമില്ല. ചില കളികളൊക്കെ കളിക്കണം. ഏട്ടൻ വന്നാ അത് പറ്റില്ല. എന്ത് പറഞ്ഞാലും ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല. ഞാൻ പോവും. ഞാൻ മടങ്ങി വരുന്നതിന് മുമ്പ് ഏട്ടൻ എന്നെ കാണാൻ ശ്രമിച്ച പിന്നെ ഏട്ടന്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ നീനമുള കാണൂല. മോളെ, ഞാൻ ധൈര്യമായിട്ട് ഇവിടെ ഇരുന്നോളൂ. 2 മാസം, അതിനുള്ളിൽ ഞാൻ വരും. ഏട്ടന്റെ മടി കിടന്നേ ഞാൻ മരിക്കൂ. സത്യം പോരെ? ഞാൻ വരും. പണ്ടേ വലിയ വാശിക്കാരിയാ എന്റെ നീനമോള്. ഏട്ടനായിട്ടല്ല, അച്ഛനായിട്ടാ 2 പെങ്ങന്മാരെ ഞാൻ വളർത്തിയത്. ഒരാള് പോയി, ഒന്നുകൂടി യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. അമ്മയുടെ അസുഖം കുട്ടികൾക്ക് ബാധിച്ചു. പക്ഷെ അവിടെയും വിധി എന്നോട് ക്രൂരതയാണ് കാണിച്ചത്. എന്നെ മാത്രം വേദനിപ്പിക്കാനായി വെറുതെ വിട്ടു. ദൈവങ്ങളിലും സാഡിസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലേ? നമ്മൾ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വെറുതെയെങ്കിലും ഒരല്പം പ്രതീക്ഷ എനിക്കിപ്പോഴും ബാക്കിയുണ്ട്. ഡോക്ടേഴ്സിനെ അറിയിക്കണം. അവളുടെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് കണ്ടെടുക്കണം. അലമാരിൽ ഈ ഒരു കൂട് മാത്രമേ ഉള്ളൂ, ഒഴിഞ്ഞൊരു കുപ്പി. ആ, ഇത് തന്നെയാ മരുന്ന്. സൈക്ലോഫോസ്ഫാമൈൻ. ജർമ്മനിയിൽ നിന്ന് വരുത്തിയതാ. 2 ദിവസത്തിൽ ഒരിക്കൽ ഇത് ഇഞ്ചെക്ട് ചെയ്യണം.
അത് മുടങ്ങിക്കാണും. അതാ അസുഖം കൂടിയത്. ഇത് ഇവിടെ കിട്ടില്ല. മാത്രമല്ല RBC കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കഴിഞ്ഞ 18 മണിക്കൂറായി യാതൊരു വിധത്തിലുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഞാൻ അവളെ ബോംബെക്ക് കൊണ്ടുപോയാലോ? ഇനി നാളത്തെ ഫ്ലൈറ്റിനെ ബോംബെക്ക് പോകാനാവും. അസുഖം കൂടാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. വിനി സെക്ഷൻ ചെയ്ത് ബ്ലഡ് വോളിയം കുറയ്ക്കണം. എന്ന് വെച്ചാൽ പാദത്തിനടിയിലുള്ള വെയിലിൽ നിന്ന് കുറഞ്ഞത് 500 ml ബ്ലഡെങ്കിലും ചോർത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ മാത്രമേ RBC ബാലൻസ് ചെയ്യാനാവൂ. അങ്ങനെ വരുമ്പോ ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് തന്നെയാ ഞാനും പറയാൻ ഉദ്ദേശിച്ചത്. അവളെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ പറയുന്നത്? ചെയ്യാനാവും, പക്ഷെ അതിനുള്ള മരുന്ന് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എന്നാണ് അതിന്റെ പേര്. പണത്തെക്കുറിച്ച് ചിന്തിക്കണ്ട, എങ്ങനെയെങ്കിലും നീനെ രക്ഷിക്കണം. ചിക്കാഗോയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. എങ്ങനെയെങ്കിലും മരുന്നെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. പക്ഷെ അതുവരെ പേഷ്യന്റിന് വേണ്ട ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കേണ്ടത് നിങ്ങളാണ്. അവളുടെ മനസ്സ് നോവുന്നതൊന്നും സംഭവിക്കരുത്. ഇമോഷണൽ ആവാനും അനുവദിക്കരുത്. ഈ മരുന്ന് കിട്ടിയാൽ തീർച്ചയായും രക്ഷപ്പെടുത്താനാവും. പിന്നെ ഞങ്ങൾ ഡോക്ടർമാരും മരുന്നിനെയും കഴിവിനെയും വിശ്വസിക്കുന്ന ഒന്നുണ്ട്: ഈശ്വരൻ. പ്രാർത്ഥിക്കുക. അത് മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ. ആരും ഒന്നും നഷ്ടപ്പെടണ്ട. ഈ കുഞ്ഞിനെ ഞാൻ ഇവിടെ വളർത്തിക്കോളാം. ബോബിയുടെ കുഞ്ഞായിട്ട് ഇതിനെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിനക്കിനി ഒന്നും പേടിക്കാനില്ല. ഈ വീടിനൊരു അടക്കമൊഴുക്കൊക്കെ വന്നത് നീന വന്നു കയറിന് ശേഷമാണ്. പഠിച്ചു പോകാറുന്ന നിന്റെ കുഞ്ഞുങ്ങളെ അൻസന്റെ ബഹുമാനമൊക്കെ പഠിപ്പിച്ച് മിടുക്കരാക്കിയത് അവളാ. അവക്ക് തിരിച്ചു നൽകാൻ എൻ്റെ ഒന്നുമില്ല. ഈ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കുകയാണെങ്കിൽ അതെന്റെ സമ്മാനമായിട്ട് കരുതി മനസ്സമാധാനത്തോടെ അവൾ പോ. വേണ്ട, ഈ കുഞ്ഞെന്റേതാണ്. എന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അച്ഛനെ അറിയാതെ അവൾ വളരണ്ട. റീന അറിയട്ടെ. സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ. ഒരു തെറ്റ് തിരുത്താനുള്ള എന്റെ ഈ അവസരം അവൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവളേക്കാൾ വലുത് എന്റെയും എന്നെ സ്നേഹിക്കുന്നവരുടെ മനസ്സമാധാനമാണെന്ന് എനിക്ക് തീരുമാനിക്കേണ്ടി വരും. വരുന്നില്ലേ? ഇല്ല, അവളെ കാണാൻ ഞാൻ വന്നാൽ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ അവൾ വീട് വിട്ടിറങ്ങിയത്. തിരിച്ചു വരും എന്ന് എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള മോഹമെങ്കിലും അവളെ രക്ഷിച്ചേക്കും. ബോബി പൊയ്ക്കോളൂ, ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടാവും. ഞാൻ പറയാതെ തന്നെ ബാക്കി കഥ അറിഞ്ഞൂല്ലേ? ഒന്ന് മാത്രം ബാക്കിയുണ്ട് എനിക്ക് ചോദിക്കാൻ. മാപ്പ്. ദ്രോഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ ബോബിയെ. അന്നും ഇന്നും എന്നും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ഞാൻ ബോബിയെ. അന്നും ഇന്നും എന്നും. പക്ഷെ എനിക്കറിയാം എന്നെ ഇപ്പോഴും ഇഷ്ടമല്ലേ? എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മൾ ഒന്നിച്ച് നെയ്തത്. എന്നിട്ടും ഒരു നിമിഷത്തിന്റെ ആവേശത്തിൽ ഞാൻ ബോബിയെ വിട്ടിട്ട് പോയി. ഒന്ന് യാത്ര ചോദിക്കാന്ന് മര്യാദ പോലും കാണിക്കാതെ. പക്ഷെ ഇപ്പോഴെനിക്കതിൽ സങ്കടമില്ല. നമ്മൾ ഒന്നിച്ച ശേഷം, നമുക്കൊരു കുടുംബം ഉണ്ടായ ശേഷം ഞാൻ പിരിഞ്ഞു പോയിരുന്നെങ്കിൽ അതിൽ നല്ലതല്ല ഇത്. ഇപ്പോഴും ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. പറഞ്ഞോളൂ, കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ബോബിയോട് പറയാത്തതൊന്നുകൂടെ ഉണ്ട്. എനിക്കൊരു ഏട്ടനുണ്ട്, റോമി. തിരിച്ചു വരുമെന്ന് വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നത്. ഞാൻ മരിച്ചാലും ഏട്ടനെ അറിയിക്കരുത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആ പാവത്തിനത് താങ്ങാനാവില്ല. ഞാൻ എത്തുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നോട്ടെ. നിനക്കൊന്നും പറ്റില്ല. മരുന്നുടനെ കിട്ടും. അതുവരെ സന്തോഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാവൂ. എന്നാ ഞാനൊരു കാര്യം കാണിക്കട്ടെ? എന്താണ്? ദേ, നമ്മുടെ ആ പഴയ അപ്പൂപ്പൻ ടേപ്പ് റെക്കോർഡർ. അപ്പൂപ്പൻ ഇപ്പോഴും നാക്കിനും ചെവിക്കും കുഴപ്പമൊന്നുമില്ല. ഒന്ന് പാടാമോ? ഇപ്പോഴോ? പതുക്കെ. ദേ, അപ്പൂപ്പൻ
അപ്പന്റെ ചെവി പാടിയാ മതി. സന്തോഷമായിരിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്ത് രസ എല്ലാം ഒന്ന് ഓർമ്മിക്കാൻ. നിലാവേ മായുമോ കിനാവും നോവുമാ ഇളം തേൻ തെന്നലാ തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോ. നിലാവേ മായുമോ കിനാവും നോവുമാ. മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം തുള്ളിത്തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാടും നിലവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുൻപേ ദൂരെ ദൂരെ പറയാതെ അന്നു നീ മാഞ്ഞു പോയില്ലേ. നിലാവേ മായുമോ കിനാവും നോവുമാ. ലില്ലി പപ്പാലോലി ലില്ലി പപ്പാലോലി Lili Papaloli, Lili Papaloli, Lili Papaloli, Lili Papaloli, ലില്ലി പപ്പാലോലി. Lili Papa. നീലക്കുന്നിന്മേൽ പീലിക്കൂടിന്മേൽ കുഞ്ഞുമഴ വീഴും നാളിൽ ആടിക്കൂത്താടും മാരിക്കാറ്റായി നീ എന്തിനീതിലേ പറന്നു ഉള്ളിലുലഞ്ഞാടും മോഹപ്പൂക്കൾ വീണ്ടും വെറും മണ്ണിൽ വെറുതെ പൊഴിഞ്ഞു ദൂരെ ദൂരെ. അതു കണ്ടു നിന്നു നിനയാതെ നീ ചിരിച്ചു. നിലാവേ മായുമോ കിനാവും നോവുമാ. ഇളം തേൻ തെന്നലാ തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോ. നാളെ കാലത്ത് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ മെഡിസിൻ വരുന്നുണ്ട്. പൈലറ്റിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. നീനയുടെ നില വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം മരുന്ന് ഇവിടെ എത്തിക്കണം. ആരയക്കേ? ഞാൻ പോവാം സർ. ഓക്കെ, വെരി ഗുഡ്. ഗുഡ് നൈറ്റ്.
ബോബി എത്രയും വേഗം ഇവിടെ വരണം. യെസ് ഡോക്ടർ. ഇതൾ മാഞ്ഞൊരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോ. പോയി. അവള് പോയി. ഞാൻ അവളെ കാണാതിരുന്നിട്ടും എന്നെ